ഉണ്ടാവുക. ഇതെന്റെ അനുഭവം. അപ്പൊ ഇത് തന്റെ അടുത്തോടുകൂടി ഈ ഡോക്ടറെ കാണിച്ചത് പറയാൻ എന്നെ പഠിപ്പിച്ചത് ആശയമാണ് അല്ലെ. ന്യൂട്രിചാർട്ടില് ഇങ്ങനെ ഒരു ക്ലിനിക്കലി പ്രൂവൺ DG ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് അറിയുന്നതുകൊണ്ടല്ലേ ഞാനത് കാണിച്ചത്. അല്ലെങ്കിൽ അത്രയും ജീവിതം എന്റെ അനിയനും അനിയന്റെ വൈഫും ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ്, അവർക്ക് ആർസിഎം വരുന്നില്ല, ശരിക്കും എന്റെ ആർസിഎം വരുന്ന ജീവനാണ്. മനസ്സിലായില്ലേ? എന്നെ ഇങ്ങനെ നിർത്തിയത് ആർസിഎമാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസം എനിക്ക്, അവർക്ക് അത്ര വിശ്വാസം, അവർ ഉൽപ്പന്നം ഉപയോഗിക്കും, പക്ഷെ ഇത്രയും വിശ്വാസം അവർക്കില്ല. അപ്പൊ എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ ഡോക്ടറുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച സമയത്ത് ഇന്ന് അമ്മ യാതൊരു ആരോഗ്യ പ്രശ്നമില്ലാതെ ജീവിക്കുന്നുള്ളതാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. അപ്പോ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ 100% വിശ്വസിക്കും. അപ്പം മരുന്ന് എന്ന് പറയുന്നത് ഒരു അവസാന, ഞാൻ പറഞ്ഞില്ലേ, അതൊരു ശീലമാക്കി നമ്മൾ മാറ്റുന്നത്. അങ്ങനത്തെ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുക. എല്ലാ സമയത്തും മാക്സിമം അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആർസി മുമ്പോട്ട് വെക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ് അല്ലേ. ഇതിപ്പോൾ എത്ര ഉദാഹരണങ്ങൾ ഇപ്പൊ ഈ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോ ഈ പറയുന്ന മരുന്നുകളുടെ അമിതമായിട്ട് ഉപയോഗവും തെറ്റായിട്ട് ഉപയോഗവും നമ്മുടെ കൂടുതൽ രോഗികളാക്കുമെങ്കിൽ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഫുഡ് സപ്ലിമെന്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. 70% മാത്രമേ പോഷകങ്ങൾക്ക് പങ്കുള്ളൂ, ബാക്കി 30% വ്യായാമത്തിലുള്ളതാണ്. ഇത് കൃത്യമായ രീതിയിൽ പാലിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് യാതൊരു രോഗമില്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. എന്റെ മകനിപ്പോ +2 കഴിഞ്ഞ് BCA AA കോഴ്സും ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ ദിവസം വരെ അവന് അലോപ്പതി മരുന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് ആർസിഎമ്മിന് കൊടുക്കുക, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക. ഇതായി ഞാൻ ആളുകളോട് പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? മകൾ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. അവൾക്കും ഈ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ, അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് തന്നെ അല്ലേ, ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കേണ്ടതില്ല. കാരണം കൃത്യമായിട്ട് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളും എല്ലാം ഉപയോഗിക്കുന്നു. മകള് പീരീഡ്സ് ആയി അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആ സമയങ്ങളിൽ ആബ്സെന്റ് ആണ്. എന്റെ മോൾ ഒരു ദിവസം പോലും ഈ കാരണം കൊണ്ട് ആബ്സെന്റ് ആണ്. അവിടെ സ്കിന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ കൂടെയുള്ള കുട്ടികളുടെ അവസ്ഥയും ഈ കുട്ടിയുടെ ശരിക്കും മനസ്സിലാവും. കാരണം കൃത്യമായിട്ട് സ്ട്രോബറി പ്രോഡക്റ്റും അതുപോലെ തന്നെ ഗുമൻ ടാബ്ലറ്റും വെച്ചുണ്ടെങ്കിൽ അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ കീസോണ്ടും അവർക്കത് വലിയ ഇഷ്ടമാണ്. ഏതൊക്കെ ഫേസ് വാഷ് ഉപയോഗിക്കും, സ്ക്രബ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നല്ല ഗ്ലോ ഉള്ള സ്കിന്നായിട്ട് അവരുടെ സ്കിന്ന് മാറിയിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ആർസിഎമ്മിന്റെ പ്രവർത്തനം. അപ്പോ അവനവന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ തൊട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ ആരും വേണ്ടെന്ന് പറയില്ല. പറയോ? പറയില്ല. ഒരു പ്രാവശ്യം തൃശ്ശൂര് നമ്മുടെ ചാനലിന്റെ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു, എനിക്ക് ടോപ്പിക് തന്നു. ഞാൻ സാറേ എനിക്ക് ടോപ്പിക് തന്നു. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ പറയേണ്ടത് സാറേ? നിങ്ങൾ എന്തുവേണമെങ്കിൽ അപ്പോൾ ആ സമയത്താണ് അമ്മയുടെ ഈ അനുഭവം വന്നിരുന്ന സമയം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത് പറഞ്ഞാലോ? പിന്നെ അത് മതി ഡോക്ടർ പറഞ്ഞു. അത് വിജയസാറിന്റെ അന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് പറഞ്ഞത് അല്ലേ. അപ്പോ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കണം. ഉൽപ്പന്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ ധാരാളം അവസരങ്ങൾ ആർസിഎമ്മിലുണ്ട്. ആർസിഎം എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എല്ലാവരും പറയാറുണ്ട് ഇത് ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു സെയിൽസോ ബിസിനസ്സോ അല്ല, ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണാം. എന്തിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്? ഇത്ര മാത്രം നോളജ് തരുന്ന മറ്റൊരു കൺസെപ്റ്റ് ഏതാണുള്ളത് അല്ലേ? എന്തിനെ കുറിച്ചൊക്കെ അവനവന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ അവസരം പഠിക്കില്ലേ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. ബാക്കി എല്ലാം പഠിച്ചിട്ടും അവനവനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ എല്ലാം പോയില്ലേ? അപ്പൊ അത് പഠിക്കാൻ അവസരം ഇല്ലേ? എന്ത് കാര്യത്തെ കുറിച്ച് പഠിക്കാനാണ് നമുക്ക് ഇതിൽ പറ്റാത്തത്? അപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലേ, ഫിസിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതിലൊക്കെ നമ്മള് സജീവമായിട്ട് അങ്ങോട്ട് ഇടുക്കി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആർസിഎമായിട്ട് മാറും. ആർസിഎം ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. ആർസിഎം ചെയ്യാനായിട്ടൊന്നും പ്രയാസം ഉണ്ടാവും, പക്ഷെ ആർസിഎമായിട്ട് മാറിയാലോ പ്രയാസം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ എന്താ വേണ്ടത്? 100% നമ്മുടെ ഉൽപ്പന്നങ്ങള് ഉപയോഗിക്കുക. ഒരു എക്സ്ക്യൂസ് അക്കാര്യത്തിൽ പാടില്ല. കാരണം 5000 BV ചെയ്താൽ 6 മാസം കഴിയുമ്പോൾ 5000 രൂപയുടെ സാധനത്തിൽ കിട്ടും. 2500 ചെയ്താൽ 2100 കിട്ടുള്ളൂ. 10000 ചെയ്താൽ അതിന് 10,000, അതായത് സൂപ്പർ റാമ്പിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ ഈ കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറ് ഇങ്ങനെ തിരിച്ചു മത്സരിച്ച് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കഴിക്കുന്നത് കുഴപ്പമുണ്ടോ? ഇത് കഴിച്ചോണ്ടായിരിക്കുമല്ലേ ഇതൊക്കെ നോർമലായത്? പറയാതെ നിവൃത്തിയില്ലല്ലോ. ഡോക്ടർക്ക് ഗതികേട് ആലോചിച്ചെടുക്കണം. ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഇതിന് കുഴപ്പമുള്ളതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് പൂക്കളിൽ പഴക്കം സത്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കഴിച്ചു. അപ്പൊ ഡെയിലി കഴിച്ചു. എന്നാ പിന്നെ ഞാൻ മരുന്നുകൾ ഒഴിവാക്കിയാലോ? അത് വിഷമമുള്ള കാര്യമില്ല. അവസാനം ഡോക്ടർ മനസ്സിലോട് പറഞ്ഞു തൽക്കാലം മരുന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെയുള്ള ലേഡിക്കുള്ള മാറ്റം അവര്
പിന്നീട് ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങി, പ്രോട്ടീൻ പൗഡർ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ശരീരത്തിലുണ്ടായിരുന്ന ആ പോരായ്മകളൊക്കെ നിന്നു. ഇപ്പൊ നല്ല സുന്ദരിയായിട്ട് മാറി. പേര് വീണ. ആ രീതിയിലേക്ക് വരുമാനം ഒന്ന് ആലോചിച്ച് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നത് കേസാണ്. ഇങ്ങനെ എത്ര അനുഭവം അല്ലേ? അപ്പൊ തൈറോയിഡിന്റെ വകഭേദം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കൊടുക്കുക. ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിൽ സ്ത്രീകൾക്ക് ഓമൻഡാവട്ട് കൊടുക്കുക. ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ ഗാമോറൈസോട് കൊടുക്കുക. കൊടുക്കുമ്പോൾ 2 ക്യാപ്സ്യൂൾ മിനിമം കഴിക്കാൻ വേണ്ടി പറഞ്ഞ ഭക്ഷണത്തിന് മുമ്പായിട്ട് 2 നേരം നിലവിൽ അത് കഴിക്കുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് അറിയുകയും ചെയ്യണം. പിന്നീട് ചെക്കപ്പ് ചെയ്ത് ഇങ്ങനെ അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് കുറഞ്ഞ വരുന്നതനുസരിച്ച് നല്ല ഡോസ് കൊടുക്കുന്നു. പിന്നെ ക്രമേണ നമുക്ക് മരുന്ന് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ തൈറോയിഡ്, പിന്നെയോ യൂറിക് ആസിഡിന്റെ പ്രശ്നം അല്ലെ, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, ക്രിയാറ്റിൻ കൂടുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ കയ്യിൽ പുറത്തുണ്ടോ? അതിനൊക്കെ എന്താണ് ഗിലോയിഡോസി, വെരി ഗുഡ്, നല്ല പ്രൊഡക്റ്റാണ് അല്ലെ. അതിന് 30 മില്ലി വീതം കഴിച്ചോളൂ. വെള്ളത്തിൽ ചേർത്തിട്ട് 2 നേരം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് അല്ലെ. അലോവേര ജ്യൂസ് ഉണ്ട് നമുക്ക്, അത് 30 മില്ലി രാത്രി കിടക്കാൻ നേരത്തിൽ കഴിച്ച് കിടന്നാൽ അൾസർ അടക്കം മാറുന്നുണ്ട്, ശോധന നന്നാവും. അലോവേര ജ്യൂസ് അത് കുപ്പിക്കുന്നതിൽ കൊണ്ടുണ്ട്. അത് യൂറിക് ആസിഡ് അല്ല, ഞാൻ പറഞ്ഞത് യൂറിക് ആസിഡ് നമ്മുടെ ഗിലോയിഡോസി ഉപയോഗിച്ചു. 35ഓളം രോഗങ്ങൾക്ക് പ്രതിരോധമായിട്ട് മാറ്റാൻ പറ്റുന്ന ഔഷധം കൊണ്ടുള്ള സാധനമാണ് അലോവേര ജ്യൂസ് പറയുന്നത്. തലയിൽ തേക്കാം, ദേഹത്ത് തേക്കാം, ഉള്ളിൽ കഴിക്കാം അല്ലേ, നിരവധിയായ ഗുണങ്ങളുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ട കാര്യങ്ങൾ, ഷുഗറൊക്കെ വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ മുറിച്ച് മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയ അവസ്ഥയൊക്കെ നമ്മുടെ ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ന്യൂട്രിചാർജ് S5ഉം മഞ്ഞൾപ്പൊടിയും തവിടിനെയും വെറ്റമിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തു. ചിലർ അതിൽ ഗായം കൂടെ ചേർത്ത് ആ രീതിയിൽ ഉപയോഗിച്ച സമയത്ത് അതൊക്കെ അപ്ലൈ ചെയ്ത് വെയിൽ കൊള്ളി 2 നേരമൊക്കെ വെയിൽ കൊള്ളിയ സമയത്ത് വളരെ പെട്ടെന്ന് ആ കുഴി പോയിരുന്നതൊക്കെ ആ പെണായിരുന്നതൊക്കെ മാറിയിട്ട് നികന്ന് വന്ന് കണ്ടാൽ അറിയാത്ത രീതിയിലേക്ക് ആ സ്കിന്നിൽ വരെ മാറ്റം വന്നു. അതുപോലെ സോറിയാസിസിന് ലക്ഷങ്ങൾ മുടക്കിയാലും മാറാത്ത ചില അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട്. അവിടെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്? S5, ബെച്ചോണിക, തവിടെണ്ണ, മഞ്ഞൾപ്പൊടി, ഈ 4 എണ്ണം മിക്സ് ചെയ്തിട്ട് പുറത്തും വരട്ടി ഇതൊക്കെ ഉള്ളിൽ വെച്ചു. അങ്ങനെ 1.5 മാസം കൊണ്ട് അടയാളം പോലും ഇല്ലാതെ സോറിയാസിസ് മാറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, ഇതൊക്കെ എത്ര കാശ് കൊടുത്താൽ ചിലപ്പോൾ മാറണമെന്നില്ല അല്ലേ. അതൊക്കെ ഉള്ളി കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസമാണ്. സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾ മാറുന്നു. അങ്ങനെ നിരവധിയായ രോഗങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലി നമുക്കൊക്കെ പ്രതിരോധവും ഒരു പരിധിവരെ മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സെഗ്മെന്റ്, കീസോൾ എന്ന് പറയുന്ന സെഗ്മെന്റ് അല്ലേ, അതില് അവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഗ്ലൈസൻ പൗഡർ ഉണ്ടായിട്ട് കൊടുത്തോളൂ. ഇപ്പൊ മധുസന്യ രസം കൊടുക്കുമ്പോൾ ഷുഗർ നോർമലായി വരും, പക്ഷെ ഈ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ ഒഴിച്ചുകൂടാൻ അത്ര കേടുകയാണ്. അപ്പൊ ഗ്ലൈസൻ പൗഡർ ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 64% പ്രോട്ടീൻ അതിലുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ടാബ്ലറ്റ് ഒന്ന് പൗഡറുമാണ്. ഈ ടാബ്ലറ്റ് നാവിൽ വെച്ച് ഇങ്ങനെ അരിഞ്ഞു തീരുന്നവരെ എന്തെങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടി പറയും, എന്തെങ്കിലും നടത്തുമെങ്കിലും അത് അരിഞ്ഞു തീർന്നതിന് ശേഷം ഈ ഗ്ലൈസൻ പൗഡർ എടുത്തിട്ട് നല്ല പോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ വേണ്ട, തിളപ്പിച്ച് തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് അതിലൂടെ കഴിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് കാര്യം ചെയ്യുന്നുണ്ട്. അതിന് മുമ്പേ തവണ കഴിക്കുന്നത് നല്ലതാണ്. വെള്ളം കുടിക്കുക, തവണ കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം അരിഞ്ഞിട്ട് കുടിക്കുക. അതിനുശേഷം ടാബ്ലറ്റ് നാവിൽ വെച്ചിട്ട് അരി തിന്നുകൾ എക്സസൈസ് ചെയ്യുക. അതിനുശേഷം അത് തരുമ്പോൾ ഗ്ലൈസൻ പൗഡർ കൂടെ ഷേക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ക്ലിയർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ അവരുടെ ക്ഷീണം മാറുന്നുണ്ടാവും. അതേ രീതിയിൽ ഗ്ലൈസൻ പൗഡറും ടാബ്ലറ്റും നമുക്ക് കൊടുക്കാൻ വേണ്ടി വരും. പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്തായാലും ഈ പറഞ്ഞ ശരീരത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, BP, അൾസർ, പൈൽസ്, ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ, ബ്ലോക്ക്, സ്ട്രോക്ക് അല്ലേ, ഇതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഒറ്റയടിക്ക് പോയിട്ട് ക്യാൻസർ പേഷ്യന്റിനോട് ഇത് കഴിച്ചാൽ മതി ക്യാൻസർ മാറും എന്നതൊന്നും പോയിട്ട് പറയണ്ട, അങ്ങനത്തെ അവകാശം ഒന്നും ഉന്നയിക്കണ്ട. പറ്റുമോ? അത് അറിയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ക്യാൻസർ പേഷ്യൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്ട്രാ പ്രോട്ടീൻ കൂടെ നമ്മുടെ കേസർ പിസ്ത 2 നേരം കൊടുക്കാൻ വേണ്ടി പറയാം. ഡബിൾ സ്കൂപ്പിൽ എടുക്കാൻ വേണ്ടി പറയാം. പിന്നെ അതിന്റെ കൂടെ മെച്ചോമേഗ ഒരു 6 മെച്ചോമേഗ കൊടുക്കാൻ വേണ്ടി പറയാം. ഗാമറൈസിനോട് അതിന്റെ ഇതനുസരിച്ചിട്ട് 6 വരെ ഗാമറൈസ് 3 നേരവും 2 വീതം കൊടുക്കുക. വളരെ പെട്ടെന്ന് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ധാരാളം അനുഭവങ്ങൾ ഡോക്ടർ ദിനേശ് സാറിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടല്ലേ, അതിലൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റണം. നമ്മുടെ ലൈഫിൽ വരുന്ന അനുഭവങ്ങളും മറ്റുള്ളവരുടെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റുമ്പോഴാണ് ആർസിഎമ്മിനെ ആളുകൾ ആ രീതിയിൽ മനസ്സിലാക്കുക.
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പേസ്റ്റ് സോപ്പിന്റെ ഒരു കച്ചവടമായിട്ട് ആർസിമിനെ കാണും. ഇതുപോലെ പലതും വന്നതല്ലേ, അതുപോലെ ഒന്നല്ലേ ഇത് തരത്തിലേക്ക്. ഇത് ആർസിം എന്ന് പറയുന്നത് മറ്റൊന്നു പോലെയല്ല. ആർസിമിനെ പോലെ ആർസിം മാത്രം, ആർസിമിനെ പോലെ ആർസിം മാത്രമേ ഉള്ളൂ. ഇതിന് പകരം വെക്കാനൊന്നുമില്ല, മറ്റൊന്നിന് പകരമല്ല ആർസിം. മനസ്സിലായില്ലേ? മുമ്പ് വന്നു പോയിട്ടുള്ള ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളായിട്ട് പല രീതിയിൽ സാദൃശ്യം തോന്നിയേക്കാം. ഡയറക്ട് സെല്ലിംഗ് അല്ലേ എന്നൊക്കെ ചിലപ്പോ തോന്നിയേക്കാം. ഡയറക്ട് സെല്ലിംഗ് ആണ്, പക്ഷെ യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് ആണ് എന്ത്? ആർസിഎം. എല്ലാ കമ്പനികളും പറയുന്നു ആർസിഎം അത് ചെയ്തു കഴിഞ്ഞു. റിയലായി നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരാളെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? ഏത് വലിയ കമ്പനി ആയിക്കോട്ടെ നമ്മുടെ മുമ്പിൽ വന്നത്, നമുക്ക് നമ്മുടെ ഒരു പേസ്റ്റ് മാത്രം മതി, ഒരു ക്യാബിന്റെ സർക്കിൾ പേസ്റ്റ് മാത്രം മതി. മാർക്കറ്റിലെ പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്, മറ്റ് നെറ്റ്വർക്കിന്റെ പ്രൊഡക്റ്റുമായിട്ടല്ല. ആണോ? അല്ല. ഓപ്പൺ മാർക്കറ്റായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ്. വേറെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്താലും മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കൂടുതലാണ്. നമ്മൾ മാർക്കറ്റിനെ അപേക്ഷിച്ച് വില കുറവാണ്. കാരണം എന്താ? ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. അവരും അത് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഉൽപ്പന്നത്തിന് ഇതിന് അത്യധിക വിലയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ അതിന്റെ പുറത്ത് പോകും. ഒരു സോപ്പ് കിട്ടാൻ 50 റുപ്യ കിട്ടും, 10 ഇട്ടാൽ മതി 500 റുപ്യ കിട്ടും. പക്ഷെ 10 ദിവസം വിൽക്കാൻ പറ്റും, പിന്നെ വിൽക്കാൻ പറ്റും അല്ലേ? 200 റുപ്യ പേസ്റ്റ്. എന്താ പേസ്റ്റ് എന്ന് പറയുക? ആ പേസ്റ്റ് തേക്കാൻ 11 മണിക്കൂർ പ്രശ്നമില്ല. ആ പേസ്റ്റ് തീർന്നപ്പോ കോൾഗേറ്റ് മേടിക്കാൻ പോയി. ആദ്യം ആ ഗതിയില്ല. കാരണം എന്താ? 46 റുപ്യ കിട്ടും. എത്ര കാലം വേണമെങ്കിലും അല്ലെ ലൈഫ് ലോങ് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഏത് സാമ്പത്തിക ശേഷിയുള്ളവരും ഈ പേസ്റ്റ് ഉപയോഗിക്കാം. പക്ഷെ 250 രൂപയുടെ പേസ്റ്റ് അങ്ങനെയൊക്കെ മാത്രമേ പറ്റൂ. അപ്പൊ മനസ്സിലാക്കുന്നത് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പക്ഷെ സിസ്റ്റം ശരിയായ രീതിയിൽ ഒരു ഡയറക്ട് കമ്പനി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ആശയം മാത്രമല്ല. അപ്പൊ ഉൽപ്പന്നം ആ മേന്മ ഉറപ്പുവരുന്ന ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങളാണ്. നമ്മളൊരു പുതിയൊരാളോട് ആദ്യം പറയുമ്പോൾ 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുതിയ ആളുകളോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇതിലൊരു കസ്റ്റമറായിട്ട് വരാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, നിങ്ങൾക്ക് വല്ല വിലക്കുറവും കിട്ടുന്നുണ്ടോ? എന്തായിരിക്കും മറുപടി? വിലക്കുറവ് 30% വിലക്കുറവിൽ ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. മാർക്കറ്റിൽ വെച്ച് 30% വിലക്കുറവ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ട്, ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചാൽ സകല ഉറപ്പും പോകും അല്ലെ? ക്ലോസപ്പിന്റെ കോൾഗേറ്റിന്റെ വീഡിയോ കാണിച്ചു വെച്ചാണ്, അതുകൊണ്ട് ഉറപ്പാക്കി പോകും. അപ്പൊ അതില്ല. പക്ഷെ നമ്മുടെ ഉൽപ്പന്നത്തിന് ആ ക്വാളിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ആർസിഎം ഐഡി എടുത്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് സ്പോട്ട് ഡിസ്കൗണ്ട്. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാറുണ്ടോ? സൂപ്പർ മാർക്കറ്റിൽ സപ്ലൈക്കോ അല്ലെങ്കിൽ റേഷൻ കടയിൽ മേടിക്കുമ്പോൾ സ്പോട്ട് ഡിസ്കൗണ്ട് ഇല്ല. പക്ഷെ ആർസിഎമ്മില് സ്പോട്ട് ഡിസ്കൗണ്ട്. അടുത്തൊരു കാര്യം, ആർസിഎമ്മിന് മാത്രം അവകാശപ്പെടാത്ത കാര്യം, സ്ഥിരതയോടുകൂടി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏതൊരാൾക്കും ഓരോ 6 മാസം കൂടുമ്പോഴും ഉൽപ്പന്നങ്ങൾ ഫ്രീ. ഒരു പ്രാവശ്യമല്ല കേട്ടോ. ചില ആൾക്കാരെന്ന് അറിയാം, നിങ്ങൾ 6 മാസം സാധനം മേടിച്ചാൽ 6 മാസം കഴിയുമ്പോൾ സാധനം ഫ്രീ കിട്ടും. അവർ 6 മാസം കഴിയുമ്പോൾ മേടിക്കുന്നു നിർത്തും. കാരണം മൂപ്പരങ്ങനെയാ പറഞ്ഞത്, 6 മാസം മേടിക്കാനാ പറഞ്ഞത്. പിന്നെ മേടിക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ 6 മാസം മേടിച്ച് ഫ്രീക്വൻസി കിട്ടി ആള് സുഖമായിട്ട് വീട്ടിൽ പോയി. അതിപ്പോ സാധനം മേടിക്കുന്നത് 6 മാസം കഴിഞ്ഞില്ലേ? 6 മാസം കഴിഞ്ഞാൽ പഞ്ചായത്തല്ലേ അല്ലേ? പഞ്ചായത്ത് തുടങ്ങി 10-12 വർഷമായില്ലേ? നിർത്തിയത് നിർത്തേണ്ടതാണത് അല്ലല്ലോ. അപ്പോ പറഞ്ഞു കൊടുക്കുന്നതിന് ചെറിയ മാറ്റം വരുത്തണം അല്ലെ? 6 മാസം പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ ഫ്രീ എന്നല്ല പറയേണ്ടത്. നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ സ്ഥിരതയോടുകൂടി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോ ഓരോ 6 മാസം കൂടുമ്പോഴും ഉൽപ്പന്നങ്ങൾ ഫ്രീ ലഭിക്കുന്നു എന്ന് പറയുമ്പോ അതിനൊരു സ്ഥിരതയുണ്ട്. ഇത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നല്ലേ? അങ്ങനെ പറയണം. 4 കാര്യങ്ങൾ ഒരു കസ്റ്റമറിന് പോലെ, ഒരു കസ്റ്റമറായിട്ട് വരുന്ന 4 കാര്യങ്ങൾ പോലെ ഓപ്പൺ മാർക്കറ്റിൽ വെച്ച് 30% വിലക്കുറവ്, ഇന്റർനാഷണൽ ക്വാളിറ്റി, സ്പോട്ട് ഡിസ്കൗണ്ട് പ്ലസ് ഫ്രീ പ്രൊഡക്ട്സ്. ഈ 4 കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന കടയിൽ കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ മേടിച്ചു ചെയ്തതാണ്. അതല്ല എങ്കിൽ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് വാങ്ങി ഉപയോഗിച്ച് നമുക്ക് നല്ലതാണ് കണ്ടിന്യൂ ചെയ്ത് വാങ്ങിട്ട് അല്ലേ? 6 മാസം പോയിട്ട് 6 വർഷം അല്ല 60 വർഷം കഴിഞ്ഞാലും ഒരു കടയിൽ നിന്ന് ഒരു സാധനവും ഫ്രീ കിട്ടില്ല. അതെല്ലാവർക്കും അറിയാം. ശരിയല്ലേ? കിട്ടും, അങ്ങനെ എപ്പോഴും കിട്ടില്ല. അപ്പോ ഇത് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് അവരൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യമാക്കിയതിനെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അവർ നമ്മളിവിടെ അസോസിയേറ്റ് അവരുടെ ആവശ്യമാണ് തോന്നണം. ഏത് ഈ സോപ്പിന്റെ ബേസിന്റെ കഥ പറയുമ്പോൾ ഇത് ഞാൻ വാങ്ങി ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സംവിധാനമാണ് ഇന്നത്തെ നിലവിലെ സംവിധാനം. ഇത് കുഴപ്പമില്ല, ഇത് എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ആർക്ക് തോന്നണം? കേൾക്കുന്ന ആൾക്ക് തോന്നണം എന്ന് പറയുമോ അല്ലേ? പിന്നെ സാറേ അങ്ങനെ പറഞ്ഞാൽ
ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നു. പിന്നെ കൃത്യമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. ഇവർ കൃത്യമായിട്ട് എല്ലാ മാസവും വാങ്ങുന്നുണ്ടോ? ചിലർക്ക് 2000 രൂപ സാധനം 6 മാസത്തേക്ക് പിന്നെ ഒന്നും വേണ്ട. ജോലി ചെയ്തപ്പോൾ വേണ്ടി 2000 രൂപ സാധനം 2000 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ 1999 വന്നപ്പോ ഒരു പേര് ഷാമ്പൂ കൂടെ എടുത്ത് 2000 ആക്കിയതാണ്. അത് തീരാൻ 6 മാസം വേണം. ശരിയല്ലേ? ആ സാധനം തീർന്നിട്ടില്ല. 2ാമത്തെ മാസം 3ാമത്തെ മാസം 4ാമത്തെ കഴിയുമ്പോൾ ഇതിന്റെ ഇടയിലൊരു അത് തട്ടിപ്പോ ചില സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിച്ച് ശീലിച്ചിട്ട് അത് മാറ്റാനുള്ള നേരത്തെ വാച്ചിക്കാര്യം പറഞ്ഞ പോലെ മാറ്റാനുള്ള ഒരു പ്രയാസം. അതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നത് നമ്മളൊന്ന് കൂടെ കൂടണം. അതേ രക്ഷകൾ വിളിച്ചോണ്ടിരിക്കണം. ചിലപ്പോൾ ശരിയാക്കിയാലും പോകും. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും വിളിക്കും. ആളുകളെ ബുദ്ധിമുട്ടിക്കാത്ത എന്തെങ്കിലും വിളിക്കും. നമ്മുടെ ആവശ്യമായിരിക്കും. അപ്പോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ ആളുകളിലേക്ക് അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ ശരിയായ രീതിയിൽ കുട്ടികളെ നോക്കുന്ന പോലെ കുറച്ച് കാലത്തേക്ക് നോക്കിയാൽ ആ കുട്ടികൾ നല്ല ബിഗിനറാവും, അല്ലേ? അങ്ങനെ സ്റ്റാർട്ടറാവും, ഓപ്പണറാവും, ഈഗിളാവും, റണ്ണറാവും, വിന്നറാവും, സ്റ്റാറാവും. ഒരു റോയൽറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അവർ കൊണ്ടുപോയിക്കോളും. അവിടെ എത്തുന്നവരെ നമ്മൾ ഈ LKG UKG ഒക്കെ കുട്ടികളെ കൊണ്ടുവന്ന പോലെ മീറ്റിങ്ങിലേക്ക് ഒരു വികാസം കുട്ടിച്ചു ഇരിക്കില്ല. ഇരുന്നാലും ഞാൻ ഇരിക്കില്ല. വാച്ചിലേക്ക് നോക്കും, മൊബൈലിലേക്ക് നോക്കും. ഒന്ന് വിട്ടിട്ടെങ്കിൽ പോകാനുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. ഒക്കെ ശരിയാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മാറിക്കൊള്ളും. പിന്നെ ചില ആളുകൾ കാണുന്നില്ലേ, എത്രാമത്തെ പ്രോഗ്രാം ഇത് 14ാമത്തെ 14 പ്രോഗ്രാം വന്ന ആളുകളാണ് ഇവിടെ സാറോട് അതൊരു ഏത് സാറിന് കൊടുക്കും. ഇത് 14 120 സാറ് വിടുമ്പോട്ട് പോലെ എല്ലാ പ്രോഗ്രാമും സാറുണ്ടാവും. ഇതൊരു പാഷനാക്കി കണ്ടെടുക്കുക. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല. അത് ഓൺലൈൻ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും മീറ്റിംഗ് എവിടെയെങ്കിലും ആശയമില്ല അവിടെ നമ്മൾ അറ്റൻഡ് ചെയ്ത രീതിയിലേക്ക് വരാം. ഞാനൊക്കെ തുടക്കകാലത്തിൽ ഇതുപോലെ തന്നെ എന്റെ ലീഡ് നമ്മളെന്ത് ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്തു. ഒരേ മീറ്റിംഗിൽ കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, എനിക്ക് സമയമില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ തലശ്ശേരി എന്നുള്ള പ്രോഗ്രാം കൊടുത്തത്. അത് നമ്മുടെ ഗോപാൽ സാർ പ്രോഗ്രാം ആയിരുന്നു. ബാംഗ്ലൂരിൽ ഒരാൾ വരുന്നത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് മല്ലിപ്പൊടി മുളകുപൊടി വിൽക്കാൻ ഇറങ്ങിയ ആളാണ്. അദ്ദേഹം സ്റ്റാർബ്രാൻഡാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് നീ കേട്ടിട്ട് നീ പിന്നെ വേണ്ടാന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത ആ ഡയലോഗിൽ ഞാൻ പോയി നോക്കി. എന്നിട്ട് ഇയാൾ പോയി കാണുന്നത് ഇപ്പൊ കേൾക്കാതെ വിചാരിച്ചു പോയി. അങ്ങനെ തലശ്ശേരി ഈ പ്രോഗ്രാം കുറച്ച് വളരെ ഉള്ളൂ. പക്ഷെ ആ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ ഈ പറയുന്ന ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ആവാഹിക്കാൻ തുടങ്ങിയിട്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ മാത്രമല്ല ഇന്നും അതങ്ങനെ കിടക്കുക ആ ക്ലാസ്. അതാണ് ഞാൻ വിചാരിച്ചു ഇതിനെപ്പോലെ സ്റ്റേജിലേക്ക് സംസാരിക്കാൻ എപ്പോ പറ്റുക. ഒരു കൊതിയായിരുന്നു. അത്രയ്ക്ക് നല്ല അല്ലേ? ഗോവാസാറെ ക്ലാസ് കേൾക്കാത്തവരുണ്ടാ? ഒന്നും അറിയുന്നുണ്ടാ? ഗോവാസാറെ അറിയാത്തൊരു ഞാൻ ഈ പറഞ്ഞ ഗോകുമാസാറിനെ കണ്ടിട്ടില്ല, ക്ലാസ് കേട്ടില്ല. എത്ര പേരുണ്ട്? കുറച്ച് പേരുണ്ടാവും പുതിയ ആൾക്കാർ അല്ലേ? ബാക്കി ആൾക്കാർ ഇവിടെ അവസരമുണ്ട്. ഇവിടെയാണ് താമസം അല്ലേ? കോഴിക്കോട് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് എവിടെയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. അപ്പൊ അദ്ദേഹത്തിനെ കണ്ടാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാണ് ഞാൻ സത്യത്തിൽ ആർസിമില് അടിയുറച്ച് നിൽക്കാൻ തീരുമാനിച്ചത്. പിന്നീട് പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നു. പക്ഷെ ഞാൻ ആർസിം വിടാൻ ഞാൻ തയ്യാറായില്ല. അതുകൊണ്ട് പിടിച്ചു നിന്നും ഞാൻ മറാഠായി. ഇപ്പൊ വിനോദ് സാർ മറാഠാണ് അല്ലേ? മറാഠ കേരളത്തിൽ എന്റെ ടീമില് ഞാൻ 5 മറാഠ. 5 മറാഠ ഒരേ ഒരു ജില്ല കേരളത്തില് കണ്ണൂരാണ്. കയ്യടിക്കാൻ തോന്നില്ല അല്ലേ? അടിച്ചു കണക്കല്ല. കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞാൽ അടിച്ചേനെ, കണ്ണൂർ മാത്രം അടിച്ചില്ല. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം 1-ാം തീയതി നമ്മുടെ സാറ് പറഞ്ഞ പോലെ ക്രോസറിയുമായിട്ട് സംബന്ധിക്കാൻ പറ്റിയ സന്തോഷം. ക്രോസറി നല്ല ലൗലയിലാണ്. ഞങ്ങൾ അങ്ങനെയാണ് സിസ്റ്റത്തിന്റെ ക്രോസറി എന്ന് പറയും, പക്ഷെ ഞങ്ങൾ തമ്മിൽ ലൗലയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റണം. ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ആത്മാർത്ഥമായിട്ട് ഈ ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കി അത് സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ, അതായത് സെൽഫ് യൂസ്, സെയിൽസ്, നെറ്റ്വർക്ക് അല്ലെങ്കിൽ ടീം വർക്ക്, 3 കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത് അല്ലേ? സെൽഫ് യൂസ്, സെയിൽസ്, ടീം വർക്ക്. സെൽഫ് യൂസ് ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നെറ്റ്വർക്ക് ഉണ്ടാവുള്ളൂ. ഈ 3 കാര്യങ്ങളെ ആസ്വദിച്ച് നോക്കാൻ അല്ലേ? സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റില്ല, ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റി ചെയ്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ഒരിക്കലും നെറ്റ്വർക്ക് ഉണ്ടാവില്ല. അപ്പോ സെൽഫ് യൂസ്, സെയിൽസ്, ടീം വർക്ക്, ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് ഉപയോഗം തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഉൽപ്പന്നം പോലും ആർസിഎമ്മിൽ ഇല്ലാത്തത് മാത്രം ഞാൻ പുറത്തുമായിരിക്കുക രക്ഷയില്ല അല്ലെ? അല്ലാത്തത് മുഴുവനും ആർസിഎമ്മെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ദൃഢനിശ്ചയം എടുക്കാൻ സാധിച്ചാൽ ആരോഗ്യം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ആ ആരോഗ്യം മതി ആളുകളോട് പറയാനായിട്ട്. കാരണം ഈ ഷോട്ടിലെ ഉൽപ്പന്നങ്ങൾ, ടൂറിച്ചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോ
എന്താ മനസ്സിലാവും? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ എന്താ ഈ മാറ്റത്തിന്റെ രഹസ്യം? ആ രഹസ്യം പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറെ കഥ പറയേണ്ടി വരും. വെറും വിൽപ്പനക്കാരനായാല് കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. നേരെ മറിച്ച് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് പറഞ്ഞാൽ മതി, ബാക്കി പ്രൊഡക്റ്റ് പറയും അല്ലേ? ആ ആളെ കണ്ടാൽ അറിയാം. അപ്പൊ ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം നിങ്ങളോടൊപ്പം കൂടാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം സെറ്റുണ്ടാവില്ല, പ്രവർത്തികളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നാളെ രാവിലെ മുതൽ റിക്വസ്റ്റ് ആണ്, റിക്വസ്റ്റ് അല്ല കമാൻഡ് ആണ്. എന്ത് തവണ പിടിച്ചിരിക്കണം. അതിനൊരു എക്സ്ക്യൂസ് ഇല്ല, ആ ഒരു കാര്യത്തിനൊരു എക്സ്ക്യൂസ് ഇല്ല. ഇതൊരു എണ്ണ പിടിക്കാത്തവർ മുഴുവൻ രാവിലെ എണ്ണ പിടിച്ച് തുടങ്ങും. ഒരു നല്ല തുടക്കാവട്ടെ. ഇന്ന് ഏതായാലും ഇപ്പൊ കുടിക്കാൻ പറ്റില്ല, കേരള പ്രവിധിയിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്ന് കുടിക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, രണ്ടാം തീയതി തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ആയതുകൊണ്ട് രാവിലെ പോയി സ്റ്റാർട്ട് ചെയ്യും. റെഡിയല്ലേ? റെഡിയാണോ? പോയല്ലോ. എണ്ണ കുടിക്കണം, വെള്ളം കുടിക്കണം, സകല സബ്സിഡി ഉപയോഗിക്കണം, എന്നാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അത് ആത്മാർത്ഥമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ ഡയമണ്ട് ആവുമല്ല, സ്റ്റാർ ഡയമണ്ട് ആവും. ആവട്ടെ? ഇത്രയും ആളുകള് ഡയമണ്ട് ആയ അവസ്ഥ എന്താ സാറേ? യെസ്. അപ്പൊ അത് കാണാൻ നമുക്ക് പറ്റണം. ചിലർ പറയും എനിക്ക് വലിയ മോഹമൊന്നുമില്ല, എന്റെ എ സൈഡിലും എന്റെ ബി സൈഡിലും ഓരോ ഡയമണ്ട് വന്നാൽ മതി. പാവം, പാവല്ലേ? എന്താണാഗ്രഹം? എന്റെ എ സൈഡിലും ബി സൈഡിലും ഓരോ ഡയമണ്ട് വന്നാൽ മതി. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ ആവണ്ടേ? എല്ലാവർക്കും അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.